ഇതെങ്ങനാണെങ്കിലും നിർത്തിക്കാളിട്ടോ, എന്തെങ്കിലും സംഭവിച്ചു പോയിണ്ടെങ്കില് ഇത് പൈസ കൊടുത്ത് ഇങ്ങോട്ട് എത്തേണ്ടത്. ഇതിങ്ങനെ ഒരാള് വലിച്ചോണ്ടിരിക എന്താ? അല്ല, കാണുമ്പോ അമ്മക്കൊരു വിഷമമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. ഇത് ആര് തറവാടൊന്നല്ല, ഞങ്ങൾ നികുതി പണം ഉണ്ടാക്കി തരാം. ഞങ്ങൾ പ്രയാസമുണ്ടാവും, അതാ പ്രശ്നം. അല്ല, ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോ, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞോ. എന്ത് പറയണേ? ഇത് പറയാൻ അവകാശമല്ലേ? ഇത് പറയാൻ ആവശ്യം. അതാണ് കുട്ടിയുടെ ചെവിട് പോയത്. അവർ പറഞ്ഞോളൂ, നമ്മള് അത് പറയാനൊക്കെ പറയും. ഈ സമാജ ശരിയില്ല, നാട് വേറെ. സ്റ്റാഫ് അവിടെ തളർന്ന് വൈച്ചേന്ന് വിളിക്കണതാ. ഏത് വോട്ട്? ഇത് കോഴിക്കോട് ബേപ്പൂർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ പുഴയ്ക്ക് കുറുകയായിട്ട് അവർ കെട്ടിയിരിക്കുന്ന സിപ്പ് ലൈനാണ്. സിപ്പ് ലൈൻ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സിപ്പ് ലൈൻ പ്രവർത്തിപ്പിച്ചപ്പോൾ പകുതിക്ക് വെച്ച് നിന്നുപോയി. എന്നിട്ട് പിന്നെ ഒരു ലേഡി, അതിൻ്റെ സിപ്പ് ലൈനിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേഡി പോയിട്ട് അവർ ഹുക്ക് ചെയ്തിട്ട് അവരെ വലിച്ചുകൊണ്ട് വരികയാണ്. അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളെ, വെയിറ്റുള്ള ഒരാളായതുകൊണ്ട് തന്നെ കുറച്ച് വലിച്ചപ്പോൾ ലേഡിക്ക്, ഈ വലിക്കാൻ പോയ ലേഡിക്ക് വലിച്ചു പോരുന്നില്ല. അവരെന്നിട്ട് ഹെൽപ്പ് ആവശ്യപ്പെടുകയാണ്. ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ജാക്കറ്റൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഇതുപോലുള്ള സംവിധാനങ്ങൾ എനിക്ക് തോന്നുന്നത് പ്രവർത്തിപ്പിക്കുമ്പം സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ വെയിറ്റ് ഉൾപ്പെടെയുള്ള, ഹൈറ്റ്, വെയിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതൊക്കെ പ്രവർത്തിപ്പിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഓവർ വെയിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കണമല്ലോ സിപ്പ് ലൈനിൻ്റെ നടുക്കെത്തിയ സമയത്ത് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പുള്ള പരിശോധനകളും കാര്യങ്ങളും ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായതിന് ശേഷം വലിയ ചർച്ചയാവുന്നതും അതിന് വേണ്ട പിന്നീട് വേണ്ട തുടർ നടപടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയുള്ള നടപടികളിലേക്കും മുൻകരുതലുകളിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരു അപകടം നടക്കണം. അപകടം നടന്നാൽ മാത്രമേ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അധികൃതരുടെ ഭാഗത്തു നിന്നായാലും നടപടികൾ ഉണ്ടാവൂ എന്നതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും, ഈ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്, ഇത് കണ്ടിട്ടെങ്കിലും അധികൃതർ കൃത്യമായിട്ടുള്ളൊരു നടപടികളിലേക്ക് പോവുക. സിപ്പ് ലൈൻ പ്രവർത്തിപ്പിക്കുന്നവർ അത് കറക്റ്റ് മെഷർമെൻറ്റ്, വെയിറ്റുകളെല്ലാം വെയിറ്റും ഹൈറ്റൊക്കെ നോക്കിയിട്ട് അതിൽ പോകാൻ പറ്റുന്ന ആളെ മാത്രം കയറ്റി വിടുക. ഇല്ലെങ്കിൽ ഇതൊരു അപകടത്തിലേക്ക് പോകും. അപകടം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമാണ്. അപകടമില്ലാത്ത രീതിയിൽ നാട്ടിൽ ടൂറിസം വളരട്ടെ. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാടും വളരട്ടെ.